അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ഒരു കന്യാകുമാരി യാത്രയുടെ ഒരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു. അത് കൊട്ടാരക്കരയിൽ നിന്ന് കന്യാകുമാരി വരെയുള്ള ഒരു ട്രെയിൻ യാത്രയുടെ വീഡിയോ ആണ് ഇട്ടുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ സെക്കൻഡ് പാർട്ട് ഞാൻ നെക്സ്റ്റ് വീക്കിലിടുമെന്ന് പറഞ്ഞു. ചില സാങ്കേതിക കാരണങ്ങളാൽ എനിക്ക് പെട്ടെന്ന് വീഡിയോ ഇടാൻ പറ്റിയില്ല. അപ്പം ഞങ്ങളുടെ ഫസ്റ്റ് ഡേയിലുള്ള കന്യാകുമാരിയിലെ യാത്രയുടെ ഭാഗങ്ങൾ നിങ്ങൾക്ക് ഇപ്പം കാണാം. ഒരു ചെറിയ ഒരു ഷോർട്ടായിട്ടുള്ളൊരു വീഡിയോ ആണ്, അധികം ലെങ്തി ആയിട്ടൊന്നുമില്ല. അപ്പോൾ എല്ലാവരും കാണണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോയിലേക്ക് പോകാം. ഓക്കെ. അങ്ങനെ ഒന്നാം ദിവസം രാവിലെ ഞങ്ങൾ ഹോട്ടലിൻ്റെ റിസപ്ഷനിൽ വന്നിരുന്നിട്ട് കന്യാകുമാരി ബ്രിഡ്ജും നമ്മുടെ വിവേകാനന്ദപ്പാറയൊക്കെ കാണാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിലിരിക്കുകയാണ്. ഇതാണ് ഹോട്ടൽ ബാലാജി. അപ്പം ഞങ്ങൾ വന്ന് എടുത്ത ഒരു ഹോട്ടലാണിത്. അപ്പോൾ അതിനോട് ചേർന്ന് ഒരു ടെമ്പിളുണ്ട്, അതിൻ്റെ സ്ട്രീറ്റ് ഭാഗങ്ങളൊക്കെയാണിത്. അപ്പോൾ ഈ കാണുന്ന ലൈന് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും. രാവിലെ ഈ വിവേകാനന്ദ പാറയിൽ ബ്രിഡ്ജ് കാണാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ആൾക്കാരാണിത്. അതായത് നമ്മൾ അതിരാവിലെ പോയാലും ഈ വൻ തിരക്കാണ് നമുക്ക് അവിടെ അനുഭവപ്പെടുന്നത്. അതായത് കിലോമീറ്ററുകളോളം ദൂരം നമ്മൾ ഈ വെയിലത്ത് ലൈനയിൽ നമ്മൾ ക്യൂ നിന്ന് വേണം നമ്മൾ ഈ ബ്രിഡ്ജിലേക്ക് പോകാനുള്ള ടിക്കറ്റ് എടുക്കാൻ വേണ്ടി തന്നെ. അപ്പോൾ അത് തന്നെ ഏകദേശം ഒരു ലൈൻ തന്നെ ഏകദേശം ഒരു 3 കിലോമീറ്ററോളം കാണും. ഇപ്പോൾ ഈ ഭാഗമെന്ന് പറയുന്നത് ഏകദേശം ഉൾഭാഗമായി, ഇത് ഏകദേശം ലാസ്റ്റ് പോർഷനാണ്. ഒന്നാമത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കയ്യിൽ കുടിക്കാൻ നമുക്ക് വെള്ളമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്നാക്സോ കരുതിയില്ലെന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിപ്പോൾ, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെയും പ്രായവും ഉള്ളവരെയും കൊണ്ട് വരുന്നത് വളരെ ബുദ്ധിമുട്ടായി. അപ്പോൾ ഇത് ഞാനൊരു പെട്ടെന്ന് നിങ്ങളെ കാണിക്കുകയാണ്. ഇത് ലാസ്റ്റ് നമ്മൾ ലൈനിൽ നിന്ന് ടിക്കറ്റൊക്കെ വാങ്ങി ബോട്ടിൽ കയറാൻ വേണ്ടിയിട്ടുള്ള പോർട്ടിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. ബോട്ടൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമായിരിക്കും, വളരെ കാലപ്പഴക്കം ചെന്ന ബോട്ടുകളാണ്. കോടാനുകോടി ആൾക്കാർ വരുന്നു, ഇഷ്ടംമാതിരി പൈസയും കിട്ടുന്നു. പക്ഷേ അതിന് അനുസൃതമായ ഒരു ഫെസിലിറ്റികളോ കാര്യങ്ങളോ നല്ല ബോട്ടുകളോ അല്ലെങ്കിൽ ഇത്രയും വലിയ ഒരു ലെങ്തി ആയിട്ടുള്ള ഒരു ലൈൻ ഇല്ലാതെ പെട്ടെന്ന് ആൾക്കാരെ ക്രമീകരിച്ച് വിടാനുള്ള ഒരു ഫെസിലിറ്റിയോ കാര്യങ്ങളോ ഒന്നും അവിടെ ഇല്ല. തികച്ചും ഒരു വളരെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു യാത്രകളിൽ ഒന്നാണിത്. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇതിപ്പോൾ ഞങ്ങൾ വിവേകാനന്ദ പാറയിൽ ബോട്ടിൽ ചെന്ന് ഇറങ്ങിയിട്ട് കണ്ടുകെട്ട് ഇറങ്ങി ലൈനിൽ വരുന്നവരെ നിങ്ങൾ കാണാം. അപ്പോൾ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ടിക്കറ്റ് എൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് നോർമൽ പ്രൈസ് എന്ന് പറയുന്നത് 75 രൂപയാണ് പെർ ഹെഡ്. അല്ലാത്തവർക്ക് 300 രൂപയാണ്. അതും സെയിം ടൈമിലേ അവിടെ എത്താൻ പറ്റുള്ളൂ. ഇതിപ്പോൾ ഈ കാണിക്കുന്ന പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ചെരുപ്പിട്ടുകൊണ്ട് നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജിലോ അല്ലെങ്കിൽ വിവേകാനന്ദൻ്റെ സ്റ്റാച്ചുവിൻ്റെ ഉള്ളിലോ നമുക്ക് കയറാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അവിടെ ചെരുപ്പ് നമ്മൾ ഏൽപ്പിച്ചിട്ട് വേണം പോകാൻ. അപ്പോൾ ഇതാണ് പുതുതായി നിർമ്മിച്ച ഈ ഗ്ലാസ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അപ്പം ഈ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ഏകദേശം ലോങ് അവർ പറയുന്നതുണ്ട് 27 മീറ്റർ ലോങ്ങാണ്, 10 മീറ്റർ വിഡ്ത്തുമാണ്. പക്ഷേ ഈ ഗ്ലാസ് 10 മീറ്റർ വിഡ്ത്ത് എന്ന് പറയുന്നത് ഈ 10 മീറ്റർ മൊത്തത്തിലൊന്നും ഉൾക്കൊള്ളിച്ചിട്ടില്ല. അപ്പം നമ്മൾ കേട്ട് കഴിവിയ പോലെ അത്ര വലിയ സംഭവമായിട്ടൊന്നും നമുക്ക് ഈ ഗ്ലാസ് ബ്രിഡ്ജിനെ കാണാൻ പറ്റത്തില്ല. ഇതിപ്പം നോർമലി പറയുന്നത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഓവർ വാട്ടർ ബ്രിഡ്ജാണെന്നാണ് പറയുന്നത്. എനിക്കറിയില്ല, വിക്കിപീഡിയ ചെക്ക് ചെയ്യുമ്പോൾ അങ്ങനെയാണ് കാണിക്കുന്നത്. അതിനകത്ത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. പിന്നെ മെയിനായിട്ടുള്ളൊരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതേമാതിരി ഈ ഗ്ലാസ് ബ്രിഡ്ജിൽ ഇങ്ങനെ വട്ടം കൂടി നിന്നിട്ട് ഫോട്ടോസുകളെടുക്കുക. അത് മിക്കുള്ളവരും ചെയ്യുന്നുണ്ട്. നല്ലൊരു കാഴ്ചയാണ്. കാരണം നമുക്ക് ഗ്ലാസ് കൂടെ നോക്കുമ്പോൾ അടിഭാഗത്ത് കടലിൻ്റെ തിരകൾ കാണാം. അതൊരു നല്ലൊരു വൈബായിട്ട് തോന്നാറുണ്ട്. പിന്നെ അമിതമായി കാറ്റും നല്ല തിരക്കും ആയതുകൊണ്ട് നമുക്ക് ലൈവായിട്ട് നമുക്ക് ക്യാമറ പിടിച്ച് സംസാരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ റെക്കോർഡ് ചെയ്ത് സംസാരിക്കുന്നത്. തിരുവള്ളൂർ സ്റ്റാച്ചു. ഇപ്പം ആദ്യമേ കുറേ പേർക്കൊക്കെ അറിയാത്തവർക്കൊരു ഡൗട്ടുണ്ടായിരുന്നു ഈ സ്റ്റാച്ചു അത് വിവേകാനന്ദൻ്റെ സ്റ്റാച്ചു ആണെന്നുള്ളത്. പക്ഷേ അതല്ല, അവർ തമിഴിലെ ഒരു ഫിലോസഫറിൻ്റെ
പ്രതിമയാണ് തിരുവള്ളൂർ എന്ന് പറയുന്നത്. ഈ തിരുവള്ളൂരിൻ്റെ ഈ സ്റ്റാച്ചുവിന് ഏകദേശം 41 മീറ്റർ ഹൈറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് 133 ഫീറ്റ്. ഏകദേശം ഇത് നിർമ്മിക്കപ്പെട്ട 2000 ജനുവരി അങ്ങനെയാണ് ഈ സ്റ്റാച്ചു നിർമ്മിക്കപ്പെട്ടുള്ളത്. അതിനു മുമ്പേ നമുക്ക് ഈ സ്റ്റാച്ചു കാണാൻ പറ്റത്തില്ല. പക്ഷേ അതൊരു വലിയൊരു അട്രാക്ഷൻ തന്നെയാണ് സ്റ്റാച്ചുവിന് കാണാനും. അതിൻ്റെ സ്റ്റാച്ചുവിൻ്റെ ഉള്ളിൽ കൂടെ അതിൻ്റെ മുകളിൽ നമുക്ക് വേണമെങ്കിൽ പോകാം. പിന്നെ ഈ സ്റ്റെപ്പ് കയറി പോകുന്നതാണ് വിവേകാനന്ദൻ്റെ ഒരു ചെറിയ സ്റ്റാച്ചുവും ഫോട്ടോസും ഒക്കെ അതിനകത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഇതിനുള്ളിൽ നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള അനുമതികളൊന്നുമില്ല. പിന്നെ കടലിന് ഏകദേശം ഒരു സെൻട്രൽ ഭാഗത്തായതുകൊണ്ട് ചുറ്റും നിന്ന് നമുക്ക് കാണുന്നതിനും നല്ല കാറ്റും നല്ല ഒരു പ്രത്യേക ഒരു ക്ലൈമറ്റ്സും ഉണ്ട്. പിന്നെ ഒറ്റ ഇതേ ഉള്ളൂ, നമുക്ക് വേറെ പ്രത്യേകിച്ച് സ്നാക്സോ വിശക്കുവാണെങ്കിൽ ഒന്നും കഴിക്കാനുള്ള ഫെസിലിറ്റികളോ കാര്യങ്ങളൊന്നുമില്ല. നോർമൽ മിനറൽ വാട്ടറോ അങ്ങനെ എന്തെങ്കിലും കുടിക്കാനുള്ള വെള്ളം കിട്ടുമെന്നല്ലാതെ വേറെ ഒന്നുമില്ല. ഇപ്പോൾ തന്നെ നമുക്ക് ഈവനിങ് ടൈം, അതായത് രാത്രി ടൈമുകളിൽ നമ്മൾ അവിടെ എത്തുവാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേമാതിരി ഈ ബ്രിഡ്ജിൻ്റെ ഈ കളർ ലൈറ്റുകളൊക്കെ ഇട്ട് പല കളറിലൊക്കെ ഇട്ടുള്ള ഭംഗി നമുക്ക് കാണാൻ പറ്റും. നോർമൽ ഡേയിൽ നമുക്ക് പോകണമെങ്കിൽ അത് കാണുവാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഈ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം തിരിച്ച് ബോട്ടിലേക്ക് ഞങ്ങൾ കരയ്ക്ക് പോവുകയാണ് തിരിച്ച്. അപ്പം നല്ല രീതിയിൽ സമയം ഇട്ടിട്ടുണ്ട്. ബോട്ടിൽ നല്ല നിറച്ച ആൾക്കാരുണ്ട്. സത്യം പറഞ്ഞാൽ പേടിച്ച് തന്നെയാണ് ഇരുന്നത്. ബോട്ട് കണ്ടു കഴിഞ്ഞാൽ വളരെ പഴകിയതാണ്, യാതൊരു സേഫ്റ്റിയും തോന്നിയില്ല. അങ്ങനെ ഞങ്ങൾ റൂമിലേക്ക് പോകുകയാണ്.